ലൈഫ് ഒരുപാട് ആൾക്കാരുണ്ട്. സിനിമ സ്വപ്നമായിട്ട് കരുതുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സിനിമയാണ് ഉപജീവന മാർഗമെന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാർ. ഇപ്പം ഞാനായിരുന്നാലും എൻ്റെ മെയിൻ പ്രൊഫഷൻ എന്ന് പറയുന്നത് സിനിമയാണ്. സിനിമ തന്നെയാണ് എനിക്ക് അന്നം തരുന്നത്. അപ്പം ഈ ഒരു മേഖല ഒരിക്കലും തെറ്റായ മേഖലയാണെന്നോ അല്ലെങ്കിൽ ഇവിടെ ഒരുപാട് പേര് ചൂഷണത്തിന് ഇരയാവുന്നുണ്ട്, അല്ലെങ്കിൽ യൂസ് ചെയ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ മോളസ്റ്റേഷൻ നടക്കുന്നുണ്ട്, ഫിസിക്കൽ ഹാരാസ്മെന്റ് നടക്കുന്നുണ്ട് എന്നാൽ ഞാൻ ചെയ്ത സിനിമകളൊന്നും എനിക്ക് അങ്ങനെ ഒരു അനുഭവമേ ഉണ്ടായിട്ടില്ല. അപ്പം ഐ ഫീൽ ലൈക്ക് വെരി കംഫർട്ടബിൾ വർക്കിംഗ് ഇൻ സിനിമ. ഈ ഇന്റിമേറ്റ് സീനുകൾ നിർബന്ധിപ്പിച്ച് അഭിനയിപ്പിക്കുന്നു, അതുപോലെ തന്നെ ലിപ് ലോക്ക് സീൻ ചെയ്യുന്നു, അങ്ങനെയൊക്കെ ഒരിക്കലും ചേട്ടാ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ എന്റെ അടുത്ത് ഒരു ഡയറക്ടർ പറയണം ഒരു കിസിംഗ് സീൻ ഉണ്ട് എന്നുള്ളെങ്കിൽ അത് നമ്മൾ സ്ക്രിപ്റ്റിലും പറയും, അല്ലാതെ നമ്മൾ ഓറലായിട്ട് പറയും. അതുപോലെ അഗ്രിമെന്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് there will be some intimate scenes and bedroom scenes എന്നുള്ളത്. അപ്പൊ അതൊക്കെ നമുക്ക് മെൻഷൻ ചെയ്യുന്ന അനുസരിച്ചാണ് നമുക്ക് റെമ്യൂണറേഷനും അതിനകത്ത് മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ധൈര്യപൂർവ്വം പറയാം ഐ ആം നോട്ട് കംഫർട്ടബിൾ ടു ഡു ദിസ് സീൻ എന്നുള്ളത്. ആരും ഫോഴ്സ് ചെയ്യത്തില്ല. ആ സീൻ ചെയ്തില്ലെങ്കിൽ ആ സീൻ ചെയ്യണ്ട, അല്ലെങ്കിൽ അത് അഭിനയിക്കാൻ താല്പര്യം ചെയ്യണ്ട. ആരും ഫോഴ്സ് ചെയ്തിട്ടൊന്നും ചെയ്യത്തൊന്നുമില്ല. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് എന്നെ അത് ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഞാനൊരു കമന്റ് ചെയ്യുന്നത് ചില ആൾക്കാരുണ്ട്, ദേ വിൽ ബി ഇനിഷ്യലി റെഡി ടു ഫേസ് എവറിത്തിങ്, റെഡി ടു ഡു എനിത്തിങ്. അത് കഴിഞ്ഞതിന് ശേഷം എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഞാൻ പറയാത്ത കാര്യങ്ങൾ ചെയ്തു. ഇപ്പൊ ഞാൻ അഭിനയിച്ച സിനിമകളിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് കംഫർട്ടബിൾ അല്ലാത്ത ചില സീൻസുകൾ അഭിനയിക്കാൻ പറയാറുണ്ട്, ബെഡ്റൂം സീൻസ്. അപ്പൊ ഒരു ഹസ്ബൻഡ് വൈഫായിട്ട് അഭിനയിക്കുമ്പോൾ ഇന്റിമേറ്റ് സീൻസ് കാണിക്കണം. അപ്പൊ അതിൽ എത്രത്തോളം കാണിക്കാൻ പറ്റും, എത്രത്തോളം ന്യൂഡിറ്റി അല്ലെ എത്രത്തോളം ഓപ്പൺ ആയിട്ട് കാണിക്കാൻ പറ്റും, ഏത് രീതി കാണിക്കണം എന്നുള്ളത് ഞാനും ക്യാമറാമാനും അസിസ്റ്റന്റ് ക്യാമറാമാനും അതുപോലെ നമ്മൾ ചില ഇന്റിമേറ്റ് സീൻസ് ഒക്കെ ചെയ്യുമ്പോൾ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. യൂണിറ്റിൽ എല്ലാവരും ഉണ്ടാവാറില്ല. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യും, സാർ ഇങ്ങനെ എടുക്കാം, അപ്പം ഞാൻ ഇങ്ങനെ ചെയ്യാം. അപ്പം ചില ആംഗിൾസ് നമ്മൾ ചീറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യും. അതുപോലെ കൂടെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റായിട്ട് നമ്മൾ കംഫർട്ടബിൾ ആണോ എന്നുള്ളത് ഡിസ്കസ് ചെയ്യും. ഡയറക്ടറിന്റെ അടുത്ത് അഭിപ്രായം ചോദിക്കും, കഥയിൽ ഇങ്ങനെയാണോ വേണ്ടത്, അപ്പോൾ ഇത് ചെയ്താലല്ലേ ഭംഗിയുള്ളൂ, അപ്പൊ ഇങ്ങനെ ചെയ്താൽ അത് ഓവർ വൾഗാരിറ്റി ആവില്ലേ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ ഇഷ്ടം പോലെ സമയമുണ്ട്. അത് സിനിമ കമ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ സമയമുണ്ട്, സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സമയമുണ്ട്, ഷൂട്ടിംഗ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചർച്ച ചെയ്യാൻ സമയമുണ്ട്. അപ്പം അതെല്ലാം ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന എല്ലാവരും ഈക്വൽ ആയിട്ട് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ഫീൽഡാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പം അത്രയും ടെക്നീഷ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ തുറന്ന് പറയാൻ യാതൊരു മടിയുടെ ആവശ്യവുമില്ല. ഇപ്പൊ ഞാൻ കംഫർട്ടബിൾ അല്ല സീൻ എന്ന് പറഞ്ഞാൽ ഞാൻ അഭിനയിച്ചിട്ടില്ല. ചില സീൻസ് എനിക്ക് കംഫർട്ടബിൾ അല്ല, അന്ന് ഞാൻ അഭിനയിച്ചിട്ടില്ല. ഞാൻ പറയും ഇപ്പൊ സ്മോക്കിംഗ് എന്ന സീന് വരും, ഞാൻ പറയും ഞാൻ സ്മോക്ക് ചെയ്യുന്ന സീന് നിങ്ങൾ എന്റെ പെർമിഷൻ ഇല്ലാതെ ഡ്യൂപ്പിട്ട് എടുക്കാനും പാടില്ല എന്ന് പറയും. അങ്ങനെ കാണിക്കരുത് എന്നുള്ളത് എനിക്ക് നിർബന്ധമാണ്. അതുപോലെ ഒരു സിനിമയിൽ ഞാൻ തമിഴ് സിനിമ ഷൂട്ട് ചെയ്തപ്പോൾ ഡയലോഗ് കുറച്ച് വൾഗറായിട്ട്, അതായത് ബാഡ് വേർഡ്സ് പറയണം. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ ഞാൻ ഈ ബാഡ് വേർഡ്സ് പറയൂല, ഞാൻ ഡബിങ്ങിൽ പറയൂല, നിങ്ങൾ അതിന് സമാന്തരമായിട്ട് രീതിയിലുള്ള ഒരു ടിപ്പിക്കലി അതിനോട് അടുപ്പിച്ച് മീനിങ് വരുന്ന ഒരു വാക്ക് റീറൈറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അത് പറഞ്ഞു. അപ്പൊ ഡബിങ്ങിൽ ഞാൻ അത് തന്നെയാണ് പറഞ്ഞു. കഥയിലാണെങ്കിൽ അത് വേറെ രീതിയിലൊരു മാറ്റങ്ങളും വന്നിട്ടില്ല, എന്നാൽ മീനിങ് മനസ്സിലാവേണ്ട രീതിയിൽ ആ സീനിൽ മനസ്സിലാവുകയും ചെയ്തു. ആൾക്കാർക്ക് കാണുമ്പോഴത്തേനും അത് ഡൈജസ്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. നമ്മൾ ചില കാര്യങ്ങൾ അബ്രപ്റ്റ് ആയിട്ട് പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ ലഘൂകരിച്ച് നമ്മൾ പറയുമ്പോൾ പീപ്പിൾ ഓൾസോ വിൽ എൻജോയ് വെൻ പടങ്ങൾ വാച്ച് ചെയ്യുമ്പോൾ. അപ്പൊ അങ്ങനെ നിറയെ ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ സിനിമയിൽ ആരും ഫോഴ്സ് ചെയ്ത് ഒന്നും ചെയ്യിപ്പിക്കില്ല. അത് ഡെഫിനറ്റ് ആയിട്ടും ആരും ഫോഴ്സ് ചെയ്തൊന്നും ചെയ്യിപ്പിക്കില്ല. ഫോഴ്സ് ചെയ്യുന്നത് ചിലപ്പോൾ ഒറ്റപ്പെട്ട സംഭവങ്ങളായിരിക്കാം. ചിലപ്പോൾ ഒറ്റയ്ക്ക് അഭിനയിക്കാൻ വരുന്ന ആർട്ടിസ്റ്റുകൾ, അല്ലെങ്കിൽ അവർക്കൊരു സേഫ്റ്റി ഇല്ല, സെക്യൂരിറ്റി ഇല്ല, കൂടെ ആരുമില്ല, ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന് വിചാരിക്കുന്നവരെ ചിലപ്പം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടാവണം. പക്ഷെ അത് ഓവർകം ചെയ്യേണ്ടത് അത് അവരെ സേഫ് ഗാർഡ് ചെയ്യണം. അത്രയാണ് എനിക്ക് പറയാനുള്ളൂ. സിനിമയിലേക്ക് വരികയാണെങ്കിൽ കഥാപാത്രത്തെ ഓഫീസറിന്റെ വേഷമാണ്. പോലീസ് ഓഫീസറിന്റെ വേഷം ഇതിനകത്ത് ഫൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇതിനകത്ത് വലിയ അടിപിടിയോ അല്ലെങ്കിൽ ബോൾഡായിട്ടുള്ള ഒരു സ്ട്രോങ് ഓഫീസർ അങ്ങനെയല്ല. ജസ്റ്റ് കുറച്ച് ഇൻവെസ്റ്റിഗേഷൻ, ചോദ്യോത്തരങ്ങൾ ചെയ്യുന്ന സീക്വൻസസ് ആണ് കൂടുതലും ഉള്ളത്. അപ്പം എനിക്ക് തോന്നുന്നു തമിഴില് ചെയ്തപ്പോൾ കുറച്ച് ഫൈറ്റ് സീക്വൻസ് ഒക്കെ ചെയ്ത് ഇഞ്ചുറി ഒക്കെ ആയിട്ടുണ്ട്. ഇതില് വളരെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറാണ്. മലയാള സിനിമയിൽ 2 കഥാപാത്രങ്ങൾ ചെയ്തിട്ട് അഭിനയിക്കാൻ കൂടുതൽ നന്നായിട്ട് ചെയ്യാൻ കഴിയുമെന്ന് തെളിയിച്ച ആളാണ്.
എന്തുകൊണ്ട് വീണ്ടും തമിഴിലേക്കും തെലുങ്കിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു? അങ്ങനെയില്ല, അങ്ങനെ ഞാൻ ലാംഗ്വേജിലോ അല്ലെങ്കിൽ ഒരു ഫീൽഡോ ആയിട്ട് വ്യത്യാസം കാണുന്നില്ല. ഓൺലി തിങ് ഈസ് നമ്മൾ പറയുന്ന ഭാഷ മാത്രമാണ്, പർട്ടിക്കുലർലി ഭാഷ മാത്രമാണ് വ്യത്യാസമുള്ളത്. വർക്കിംഗ് സ്റ്റൈൽ എല്ലായിടത്തും ഒരുപോലെയാണ്. ഫെസിലിറ്റീസ് കുറവാണ് ചില സ്ഥലത്തൊക്കെ. ഇപ്പൊ ഞാൻ കന്നഡ മൂവി അഭിനയിച്ചപ്പോൾ കാരവാൻ ഉണ്ടായിരുന്നില്ല. ഒരു മൂവി കംപ്ലീറ്റ് ആയിട്ട് ചെയ്തപ്പോൾ കാരവാൻ ഉണ്ടായില്ല. നമുക്ക് അവിടെ ഒരു വീടുണ്ട്, ആ ലൊക്കേഷനിൽ തന്നെയാണ് നമ്മൾ ആ വീട്ടിലാണ് റൂമിൽ തന്നെയാണ് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തതും വാഷ്റൂം ഷെയർ ചെയ്ത് യൂസ് ചെയ്തതും എല്ലാം. അപ്പം അത് ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്രൊഡക്ഷൻ ആണ്. നമ്മൾ അവിടെ മലയാളത്തിൽ ഒരു സിനിമ ചെയ്തപ്പം കാരവാൻ ഇല്ലായിരുന്നു. കാരണം നമ്മൾ റിമോട്ട് വില്ലേജ് ഏരിയയിൽ ഷൂട്ട് ചെയ്യണം. അപ്പൊ അവിടുത്തെ ഫെസിലിറ്റീസ് നമുക്ക് അവിടെ കൊണ്ടുപോയി ഒരു കാരവാൻ അതിനേക്ക് ഒരു പവർ സപ്ലൈ അതൊക്കെ കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമ്മൾ ആർട്ടിസ്റ്റുകൾ അതനുസരിച്ച് നമ്മളെല്ലാവരും ഷെയർ ചെയ്തും കെയർ ചെയ്തും ഒക്കെ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇറ്റ്സ് നോട്ട് ഡിമാൻഡ് ലൈക്ക് എല്ലാ സെറ്റിലും എല്ലാ മേജർ ഫെസിലിറ്റീസും വേണം എന്നുള്ളത്. ഇപ്പൊ ഫോറസ്റ്റ് ഷൂട്ടിങ് നമ്മൾ പോവാണെന്ന് വിചാരിച്ചോ, അവിടെ നമുക്ക് എല്ലാ ഫെസിലിറ്റീസും ഇല്ല. പക്ഷെ ഉള്ളത് കൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റുകളും എല്ലാവരും കൂടിയാണ് അങ്ങോട്ടും കൂടി ഹെൽപ്പ് ചെയ്തിട്ടൊക്കെ. ചില സമയത്ത് ഇപ്പം കൊള്ളിമല ഹിൽസിൽ ഞാൻ ഷൂട്ടിങ്ങിന് പോയപ്പോഴത്തേനും ഈ 3 മല ഇങ്ങനെ കയറി വേണം മേളിൽ ടോപ്പിൽ പോകാൻ. അപ്പം മറ്റേ ജീപ്പ് മാത്രമേ പോവുകയുള്ളൂ, അവിടെ കാരവാൻ ഒന്നും പോകത്തില്ല. കാരവാൻ ഇത്രയും ടോപ്പിൽ കയറി വരത്തില്ല. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഫുഡ് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എന്റെ കയ്യിൽ ഒരു ചെറിയ പ്രഷർ കുക്കറുണ്ട്. ആ കുക്കറിൽ ഞങ്ങൾ എല്ലാവരും ഈ റൈസ് വന്നിട്ട് കഞ്ഞിയായിട്ട് വെച്ചിട്ട് പപ്പടവും അച്ചാറും ഇതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ലഞ്ച് ബ്രേക്ക് എടുക്കുന്നത് ഞങ്ങൾ എല്ലാവരും അങ്ങനെ ഷെയർ ചെയ്തിട്ട് ഫുഡ് ഷെയർ. അപ്പൊ താഴ്ന്ന് ഫുഡ് മേളിലെത്തുമ്പോൾ 4 മണിയാവും. ശരിക്കും 1 മണിക്ക് ലഞ്ച് ബ്രേക്ക് പറയുമെങ്കിലും ആ താഴ്വാരത്ത് നിന്ന് മേളിൽ വരുമ്പോൾ മലയാളം മുകളിൽ ഫുഡ് എത്തുമ്പോൾ 4 മണിയാവും. അപ്പൊ അതുവരെ നമുക്ക് അത്രയും നേരം നമ്മൾ രാവിലെ തൊട്ട് 6 മണിക്ക് സൺലൈറ്റ് ഷോട്ട് എടുക്കാൻ വേണ്ടി നമ്മൾ പോയതായിരിക്കണം. അപ്പൊ അത്രയും സമയം നമുക്ക് ഫുഡ് കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ വി വിൽ ബി ഷെയറിങ് എവരിത്തിങ്. സോ ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ പ്രൊഡക്ഷൻ. നമ്മൾ വർക്ക് ചെയ്യുന്ന പ്രൊഡക്ഷന്റെ ഫെസിലിറ്റീസ് തരുന്നതനുസരിച്ചിരിക്കും. ആർട്ടിസ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ ഇല്ലാതെ വർക്ക് ചെയ്യുന്നതനുസരിച്ചിരിക്കും. അതുപോലെ ഹെൽപ്പിംഗ് മെന്റാലിറ്റി വേണം. അങ്ങനെ കുറെ കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നു ഈ ഒരു ഇൻസിഡന്റ്, ഇപ്പൊ സമൂഹത്തിൽ നടക്കുന്ന ഇൻസിഡന്റ് കാരണം ഒരുപാട് കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ലൈക്ക് ആർട്ടിസ്റ്റ് മാനേജ്മെന്റ്, കാസ്റ്റിംഗ്, അതുപോലെ ഫെസിലിറ്റീസ് കൊടുക്കുന്നത്, ദെൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സംബന്ധിച്ചാല് വഴങ്ങി കൊടുക്കാതെ ഒരിക്കലും സിനിമകളിൽ ചാൻസ് ലഭിക്കില്ല. അഥവാ വഴങ്ങി കൊടുക്കാൻ തയ്യാറല്ലെങ്കിൽ പിന്നീട് ചാൻസസ് ഉണ്ടാവില്ല, അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അതിനോട് മാഡം എത്രത്തോളം ഒരിക്കലും യോജിക്കുന്നില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിന്ന് സിനിമയിൽ ഉണ്ടാവേണ്ട കാര്യമില്ല. ഐ എം എ ജെന്യുവൻ ആർട്ടിസ്റ്റ് ആൻഡ് ഐ എം വർക്കിംഗ് ഇൻ വെരി ഗുഡ് പ്രൊഫഷണൽ വേ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ആക്ച്വലി എനിക്ക് തോന്നുന്നു പുറത്താണ് കുറച്ചുകൂടി നമ്മളെ ചൂഷണം ചെയ്യപ്പെടുന്നത്, മിസ്യൂസ് ചെയ്യുന്നതും മോളസ്റ്റ് ചെയ്യുന്നതും യൂട്ടിലൈസ് ചെയ്യുന്നതും, അത് തരാം ഇത് തരാം എന്നൊക്കെ പറഞ്ഞ് ആകാംക്ഷപ്പെടുത്തിയിട്ട് ഓരോരുത്തരെയൊക്കെ മിസ്യൂസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്ന ഒരുപാട് സ്റ്റോറീസ് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ കോമൺ പീപ്പിളിന്റെ ലൈഫിലെ സ്റ്റോറീസ് ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സിനിമയിലെ ഇൻസിഡൻസ് എന്ന് പറയുന്ന ഒറ്റപ്പെട്ട സംഭവമാണ്. അപ്പൊ അങ്ങനെ ഒരിക്കലും ഇല്ല സിനിമയിൽ. അങ്ങനെ ആരും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോഴ്സ് ചെയ്ത് ആരും ഒന്നും ചെയ്യിപ്പിക്കില്ല. only if we willingly we will affect on that. എൻ്റെ അച്ഛൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നിന്റെ പ്രൈവറ്റ് സ്പേസിലേക്ക് നീ ആരെങ്കിലും വരുത്താനായിട്ട് കടത്താനായിട്ട് ഒരു അനുമതി കൊടുത്താൽ മാത്രമേ അവർ നിന്റെ പ്രൈവറ്റ് സ്പേസിലേക്ക് വരുള്ളൂ, അല്ലെങ്കിൽ അവർ വരില്ല. അപ്പൊ ഇഫ് യു സേ നോ, ഇഫ് യു ക്യാൻ ഏബിൾ ടു സേ നോ എന്ന് പറയാൻ ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നത്തിങ് വിൽ ഹാപ്പൻ. അങ്ങനെ വിശ്വസിക്കുന്ന പോളിസിയിലുള്ള ഒരാളാണ് ഞാൻ. ഓക്കെ, അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്താലേ സക്സസ് ആകാൻ പറ്റുള്ളൂ, അങ്ങനെ ചെയ്താലേ വരാൻ പറ്റുള്ളൂ, അങ്ങനെ എല്ലാത്തിനും റെഡി ആണെങ്കിൽ മാത്രമേ. ഇപ്പൊ ഞാൻ ഇൻഡസ്ട്രിയിൽ വന്നപ്പോൾ 90s കിഡാണ് ഞാൻ. ഗ്ലാമറായിട്ട് ഡ്രസ്സ് ധരിക്കുന്നത് പോലും, അതായത് അതൊരു ഭയങ്കര ചർച്ചാ വിഷയമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കൗമുദി പോലത്തുള്ള കുറെ മീഡിയ ആൾക്കാർ എന്നെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇനിയ ബോൾഡ് ആയിരുന്നു, ഇനിയുടെ ലേറ്റസ്റ്റ് ഫോട്ടോഷൂട്ട്, ഗ്ലാമറസ് ഫോട്ടോഷൂട്ട്, അങ്ങനെ ഇങ്ങനെ. അപ്പം ഇതൊക്കെ ഞാൻ കാണുന്നുണ്ട്, ഫേസ് ചെയ്യുന്നതാണ് നമ്മൾ. ഇപ്പൊ പിന്നെ അതൊരു മോഡേൺ എന്ന് പറയുന്നത്, ഗ്ലാമർ എന്ന് പറയുന്നത് അത്ര വിഷയമല്ല, ബിക്കോസ് സോഷ്യൽ മീഡിയ ഇസ് വെരി ആക്റ്റീവ്. സോ അതുകൊണ്ട് അതൊന്നും വലിയ പുതുമയല്ല. വയറ് കാണിക്കുന്നതും ക്ലീവേജ് കാണിക്കുന്നതും ഹിപ്പ് കാണിക്കുന്നതും തൈസ് കാണിക്കുന്നതും മോഡേൺ ആവുന്നതും അവരവരവരുടെ ഇഷ്ടത്തിനുള്ള ഒരു ഡ്രസ്സ് ഇടുന്നതും ഒന്നും വലിയ വിഷയമല്ല. പക്ഷെ എന്നിരുന്നാലും ഞാനും ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ സിനിമയിൽ കടന്നുപോയി. ഐ മീൻ ഇൻസിഡൻസുകൾ അതൊക്കെ ടാക്കിൾ ചെയ്യണം. ലൈക്ക് നമ്മളെന്ന് പറയുന്നത്, നമ്മൾ സിനിമാ സ്റ്റാർ എന്ന് പറയുന്നത് നമ്മൾ ഉപജീവന മാർഗമായിട്ടാണ് നമ്മൾ സിനിമ കണ്ടിരിക്കുന്നത്. അതുപോലെ ഒരു കലയായിട്ടാണ് കാണുന്നത്. അത്രയും പ്രൊഫഷണൽ ആയിട്ട് സീരിയസ് ആയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് പ്രൊഫഷൻ. വെറുതെ വന്ന് അടിച്ചു പൊളിച്ചിട്ട് പോകാനോ ടൈം പാസ് ചെയ്തിട്ട് പോകാനോ കുറെ പൈസ ഉണ്ടാക്കി കുറെ ഫെയിം ആക്കിയിട്ട് പോകാനോ അങ്ങനെ വിചാരിച്ചു വരുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. അപ്പൊ ഞാൻ സിനിമയെ വളരെ സീരിയസ് ആയിട്ടാണ് കാണുന്നത്. അതുപോലെ കൂടെ അഭിനയിക്കുന്ന ആൾക്കാരെ വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട്, മുതിർന്ന ആർട്ടിസ്റ്റുകളൊക്കെ വരുമ്പോൾ അവരെ എണീച്ച് നിന്ന് ബഹുമാനിക്കാനും അവർ നമസ്കാരം പറയാനും
പറയാനും ഒക്കെ പഠിപ്പിച്ചിട്ടൊക്കെയാണ് എന്നെ എൻ്റെ അച്ഛനും അമ്മയും ഫീൽഡിലേക്ക് വിട്ടത്. മാത്രമല്ല എൻ്റെ റൈറ്റും ലെഫ്റ്റും എന്നെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് മേ ബി എനിക്ക് ഒരു സേഫ് സോൺ അല്ലെങ്കിൽ എനിക്കൊരു സെപ്പറേറ്റ് ആയിട്ട് ഒരു സുരക്ഷിത ഉള്ള ഒരു അന്തരീക്ഷം എനിക്കുണ്ടായത് കൊണ്ടാവണം. ലൈക്ക് ഐ ഡിഡൻറ്റ് ഫീൽ എനിത്തിങ് അബൌട്ട് എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്, മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് വെച്ചിട്ട് സിനിമ ഒരിക്കലും അങ്ങനെ ഒരു മോശമായ രീതിയിൽ ഇരുന്നാൽ മാത്രമേ സിനിമ കിട്ടുള്ളൂ, അല്ലെങ്കിൽ സിനിമ ചെയ്യണമെങ്കിൽ അങ്ങനെ ആവണം എന്ന് ഒരിക്കലുമില്ല. ഞാനത് അപ്പോൺ ഗോഡ്സ് ഗ്രേസ് എവിടെ വേണമെങ്കിലും ഏത് ആൾക്കാരുടെ മുമ്പിൽ വേണമെങ്കിലും നെഞ്ച് നെളിഞ്ഞ് നിവർന്നതെന്ന് തന്നെ പറയുന്നു. പ്രേക്ഷകരുടെ അവസാനം പറയാം.